ഇതിനകത്ത് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ടാണ് വിന്താലു ഉണ്ടാക്കുന്നത്. ശരിക്കും വിന്താലു ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കില്ല. അത് അതിന്റെ പേരിന്റെ കൂടെ ആലൂന്ന് വന്നതുകൊണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ശരിക്കും ആലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസിലെ വെളുത്തുള്ളി എന്നാണ് അർത്ഥം. വെളുത്തുള്ളിയുടെ ഒരു പേസ്റ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ വിന്താലു ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കന്റെ പീസുകളെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഒരു 6 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനീഗർ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ഇത് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ 8 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 12 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോളയും വേണം. ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഈ വിന്താലു എന്ന് പറഞ്ഞ റെസിപ്പി ശരിക്കും പോർക്കിലാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചിക്കനിലോ അല്ലെങ്കിൽ മട്ടണിലോ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതേക്ക് ചിക്കൻ വിന്താലു ആക്കാന്ന്. ഇനി ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള പേസ്റ്റ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം, കറുകപ്പട്ട ചേർക്കാം, കറിയാമ്പൂ ചേർക്കാം. അതിലേക്ക് ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു കറുകപ്പട്ടയും ഒരു 6 കറിയാമ്പൂണ് ചേർത്തിരുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗറും ചേർക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും അരഞ്ഞു കിട്ടണില്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കനിൽ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ജാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. വെളുത്തുള്ളിയാണ് കൂടുതൽ ചേർക്കേണ്ടത്. നാടൻ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി. ഇതേപോലത്തെ വലിയ ഇഞ്ചിക്കൊക്കെ ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയ്ക്ക് വലിയൊരു പീസ് ഇഞ്ചി ചേർത്തത്. വെളുത്തുള്ളി കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഒരു വലിയൊരു സവോള ചേർക്കാം. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മൾ സവോള ചേർത്തതുകൊണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ചിക്കൻ വിന്താലു ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ അരച്ചെടുത്തേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയുടെയും കൂടിയിട്ടുള്ള പേസ്റ്റ് നന്നായിട്ട് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ചേർക്കാം.
പേസ്റ്റ് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്നിട്ട് ഞത്തിന് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ ചേർക്കാം. ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേസ്റ്റ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ ഈ ചിക്കൻ പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും ചെയ്യും, ഈ പേസ്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായി പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ചിക്കൻ വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് തലേ ദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്ത് ഈ കറി ഉണ്ടാക്കുക. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശരിക്കും നല്ല ഇഷ്ടമാവും. ഇത്